ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയുക. എൻ്റെ ഒരു രാവിലെ അതാണ് ഞാനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഹസ്ബൻഡ് പോണ ടൈമിൽ വീഡിയോ എടുക്കാൻ എപ്പോഴും വിചാരിക്കും, പക്ഷേ എനിക്കപ്പോണ്ട് ടൈം കിട്ടാറില്ല. പിന്നെ വീഡിയോ എടുക്കണോ, കുക്ക് ചെയ്യണോ, ബാക്കി കാര്യങ്ങൾ ചെയ്യണോ, അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് പോയാൽ ഞങ്ങളൊന്ന് കിടക്കും. ആ ഒരു കിടക്കണയിലാണ് എനിക്ക് ഓരോന്ന് ഓർമ്മ വരിക, എന്ത് വീഡിയോ ആണ് എടുക്കേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു മോർണിംഗ് വ്ളോഗ് തന്നെ ചെയ്യാമെന്ന്. രാവിലെ ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് അത് എൻ്റെ കൂടെ എൻ്റെ മോളും കറക്റ്റ് ടൈമിൽ തന്നെ എണീക്കും. ഞാനൊന്ന് അടുത്തുനിന്ന് മാറുന്നത് അവൾ പെട്ടെന്ന് അറിയും. അങ്ങനെ അവൾ എൻ്റെ കൂടെ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ എണീച്ചിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കഴിക്കലില്ല. തലേ ദിവസത്തെ കറി ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. പിന്നെ വാങ്ങിക്കണ പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡിന് വർക്കില്ലാത്ത ദിവസം എനിക്കും വർക്കില്ലാത്ത പോലെ തന്നെയാണ് കേട്ടോ. അതായത് സൺഡേസിൽ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. കാര്യമായിട്ട് കുക്കിംഗ് മാത്രമാണ് ചെയ്യൽ. ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. ആ ഞായറാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച അത് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഹസ്ബൻഡിനെ പോലെ തന്നെ എനിക്കും ഭയങ്കര മടിയാണ് എണീക്കാൻ. ആ തിങ്കളാഴ്ച ആണെങ്കിലോ ഭയങ്കര പണിയുള്ള ദിവസമായിരിക്കും. ക്ലീനിങ് ഉണ്ടായിരിക്കും, കുക്കിംഗ് ഉണ്ടായിരിക്കും, എല്ലാതും തിങ്കളാഴ്ചക്കാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയിട്ടായി. പിന്നെ ഒരു ജ്യൂസും കൂടി ഉണ്ടെങ്കിൽ എനിക്കും മോൾക്കും കുശാലായി. മോള് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. അവൾ ഞാൻ കഴിക്കണത് എന്താണോ അതൊക്കെ കഴിക്കും. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അവൾ കഴിക്കുള്ളൂ. ഇതേപോലെ ഒന്ന് കട്ടിയിലൊന്ന് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുടിക്കും. റൂമിൻ്റെ കോലൊന്നും പറയുന്നേ വേണ്ട. മോളാകെ കടലാസൊക്കെ കീറി ആകെ അലക്കോലാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ്ങൊക്കെ ഒന്ന് തുടങ്ങാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തുടക്കം തന്നെ കുക്കിംഗ് റേഞ്ച് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അതാണ് ഞാൻ വേഗം ചോറ് വെക്കാമല്ലോ, അതാണ്ട് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞാൽ ചോറാവണ ടൈമിൽ ബാക്കി പണികളൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്തു. ചോറിന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങൾ കഴുകാനായി. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇന്ന് ലഞ്ചിന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളത്. അതുകൊണ്ട് പരിപ്പൊക്കെ ഒന്ന് വെള്ളത്തിട്ട് വെച്ചു. വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും അരി ഇട്ടു. സാമ്പാറിനുള്ള പുളി വെള്ളത്തിലിടാൻ മറന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനി ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങി. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ക്ലീനിങ്. മുന്നൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ക്ലീനിങ്. അപ്പോൾ മോള് വന്ന കാരണം ഞാൻ ഓരോ ഭാഗം ക്ലീൻ ചെയ്യും തോറും അവളതൊക്കെ അലങ്കോലാക്കിയിടും. അതുകൊണ്ട് എനിക്കിപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര മടുപ്പായി. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി. കണ്ടില്ലേ എന്തോരം കച്ചറാണെന്ന്. ഇതൊക്കെ മോളെ പണിയാണ്. എന്തെങ്കിലും ഒരു കടലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആകെ കീറിയിടും. അവളുടെ ടോയ്സൊക്കെ സോഫയിൽ കയറ്റി വെച്ചത് അതൊക്കെ ഓളെന്നെ തട്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ചീത്ത പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞി. അപ്പോൾ അവളൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കി പണി ചെയ്യാൻ തുടങ്ങിയത്. അവളൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേനും ചോറ് വെന്തു. മോളെ പാലും കുപ്പി ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം കൂടുമ്പോൾ അങ്ങനെ തിളപ്പിക്കലുണ്ട്.
അടിച്ചു വാരി വേസ്റ്റൊക്കെ കൂട്ടിയിടുമ്പം ഒരു മാസം ക്ലീൻ ചെയ്യാത്ത പോലെയാണ്. പക്ഷേ ശനിയാഴ്ച ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ഒരു ദിവസം ക്ലീൻ ചെയ്യാണ്ടാവുമ്പോഴത്തേനും ആകെ ഇങ്ങനെ കച്ചറയാവും. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കാർപ്പറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി. ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എന്തൊരു വൃത്തിയാണ് ക്ലീൻ ചെയ്തപ്പോൾ. ഇനി സാമ്പാർ വെക്കാൻ വിചാരിച്ചു. അധികം കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ ചിക്കൻ്റെ കുറച്ച് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂടിയിട്ടൊന്ന് ലഞ്ചാക്കാൻ വിചാരിച്ചു. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതെല്ലാം കുക്കറിലിട്ടിട്ടൊന്ന് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരുന്നു. എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആകെ ക്ഷീണമാവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.